നമ്മൾക്ക് ഇത് ഇന്ന് കാണുന്നത് രാവിലെ മുതൽ സേനയുടെ വിവിധ വിഭാഗങ്ങൾ NDRF ആകട്ടെ, ഫയർഫോഴ്സ് ആകട്ടെ, കേരള പോലീസിൻ്റെ കൂടുതൽ സേനാംഗങ്ങളാവട്ടെ, ഒന്നും അറിയാതെ അങ്ങോട്ടേക്ക് എത്തുന്ന ഈ മേഖലയിൽ പരിചയ സമ്പന്നരായ രക്ഷാപ്രവർത്തന ഒരുപാട് സംഘടനകളാവട്ടെ, എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെ പ്രാണൻ്റെ അവസാനത്ത് തുടിപ്പ്, പ്രാണൻ്റെ ഒരു പിടച്ചിൽ എവിടെയെങ്കിലും ഉണ്ടോ, വീടിനടിയിലോ മണ്ണിനടിയിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറയുന്ന വളരെ കാര്യക്ഷമമായ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അവിടെ മഴ പ്രശ്നമുണ്ട്, ദുഷ്കര പ്രകൃതി പ്രശ്നമുണ്ടെങ്കിൽ കൂടിയും അതൊന്നും ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായ രീതിയിൽ ഏറ്റവും എണ്ണയിട്ട യന്ത്രം പോലുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് അതിൻ്റെ ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ബാക്കി സാമഗ്രികൾ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പറയുന്ന വഴി കണ്ണൂരിൽ നിന്ന് വയനാട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ബാക്കി പണികൾ കൂടി പൂർത്തിയാകും. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ബെയിലി പാലത്തിൻ്റെ പണി പൂർത്തിയാൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായ രക്ഷാപ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. കാര്യം ഈ മുണ്ടക്കൈ മേഖലയിൽ രാവിലെ രക്ഷാപ്രവർത്തനം 104 സംഘങ്ങളായി 150ഓളം വരുന്ന രക്ഷാദൗത്യ സംഘം അങ്ങോട്ടേക്ക് പോയി. അവർക്ക് അങ്ങനെ കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ചെറിയ ഉപകരണങ്ങൾ, പിക്കാസ് ഒക്കെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രക്ഷാദൗത്യം അവർ ഏതാണ്ട് മുണ്ടക്കൈയിൽ വളരെ സജീവമായി കാര്യക്ഷമമായി ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം അത്രത്തോളം ഊർജ്ജസ്വലമായ രീതിയിൽ വീടുകൾക്ക് അകത്ത് ആളുണ്ടോ എന്ന് തിരിച്ചറിയുക, ആളുണ്ടെങ്കിൽ നോക്കുക. ഇന്ന് 2 മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തും. അതിനുശേഷം റാണിമലയിലെ ട്രീവാലി റിസോർട്ടിലെ ആളുകളെ താഴേക്ക് എത്തിച്ചു. അങ്ങനെ ഇനി ഈ മുണ്ടക്കൈ മേഖലയിൽ കൂടുതൽ രക്ഷാദൗത്യം ഉണ്ടാകണമെങ്കിൽ, അത് കാര്യക്ഷമമാകണമെങ്കിൽ JCB പോലെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എത്തിയേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രൊക്ലൈനർ പോലുള്ള സംഗതികൾ അങ്ങോട്ടേക്ക് എത്തിയേ മതിയാവുകയുള്ളൂ. അതെത്തണമെങ്കിൽ ഈ ബെയിലി പാലത്ത് നിർമ്മാണമാണ് പൂർത്തിയാവേണ്ടത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായ രക്ഷാദൗത്യം മുണ്ടക്കൈ മേഖലയിൽ പൂർത്തിയാകുമെന്ന് കാണാം. എന്തായാലും ഈ മേഖലകളിൽ കുടുങ്ങിക്കിടന്നു. ഇപ്പം മുണ്ടക്കൈയിലാവട്ടെ, അട്ടപ്പാടി ആവട്ടെ, അട്ടമല ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ ഓരോരോ മേഖലയിൽ കുടുങ്ങിക്കിടപ്പായിരുന്നു. അവരെയൊക്കെ പരമാവധി ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ഈ മണിക്കൂറുകളിൽ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് താൽക്കാലിക പാലമാണ്. താൽക്കാലിക പാലം വഴി ഇപ്പോഴും അട്ടമലയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ആളുകൾ അവിടെ കാത്തു നിൽക്കണം അപ്പുറത്തേക്ക് പോകാൻ. അതോടൊപ്പമാണ് സങ്കടകരമായ ഒരു സിപ്ലൈൻ, ഈ കയറ് വഴിയുള്ള സിപ്ലൈനിൽ കൂടി ഈ മുണ്ടക്കൈ മേഖലയിൽ നടക്കം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. വേദനയുടെ മറ്റൊരു പോയിന്റായി നിൽക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയാണ്. ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴ അങ്ങനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ചാലിയാർ പുഴ ഒരു ചാവുപുഴ പോലെ ഒഴുകുന്ന കാഴ്ച വളരെ സങ്കടമുള്ള കാഴ്ചയാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ഇന്നും അവിടെ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾക്ക് പലതിനും ഛിന്നഭിന്നമാണ്, തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് മൃതദേഹങ്ങളുണ്ട്. ആ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉള്ള മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച അല്പസമയം മുമ്പ് നമ്മൾ സൂരജ് സജ്ജ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മേപ്പാടിയിലേക്ക് എല്ലാ മൃതദേഹങ്ങളും അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. കാര്യം ഇവിടുന്ന് നിലമ്പൂർ വരെ പോയി മൃതദേഹം തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് വലിയ ഭഗീരഥ പ്രയത്നമാണ്. മാത്രമല്ല ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന, ആകെ ദുർബലപ്പെട്ട് നിൽക്കുന്ന ബന്ധുക്കളാണ്. അപ്പോൾ അവർക്ക് മേപ്പാടിയിലേക്ക് എത്തിച്ചാൽ അവർക്ക് അവിടെ മൃതദേഹ തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി മൊബൈൽ ഫ്രീസറുകളിൽ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്, മേപ്പാടിയിലേക്ക് എത്തുകയാണ്. നിലമ്പൂരിൽ കണ്ടെടുത്ത, ചാലിയാറിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ, അതിൽ എത്രത്തോളം തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. കുറേയധികം മൃതദേഹങ്ങൾ ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നമ്മുടെ സൂരജ് സജ്ജിയുണ്ട്. അവിടെ മേപ്പാടി CHSയിൽ 2 മൃതദേഹം കൂടി എത്തിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എന്താണ് സൂരജ് സജ്ജി അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ അത്യാപത്ത് സംഭവിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണം? ഓരോ നിമിഷവും ഈ ആംബുലൻസുകൾ ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞെത്തുന്ന സമയത്ത് നമ്മുടെ കൈകാലുകൾ പോലും വിറക്കുന്നൊരു നിമിഷം. അത്രമാത്രം ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഓരോ നിമിഷവും നമ്മളെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആംബുലൻസുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ നെഞ്ചിടിപ്പോടെ അല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു നിമിഷം, അത് മാത്രമാണ് പറയാനുള്ളത്. അത്രമാത്രം ഭയാനകമായ ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. ഓരോ സമയവും, അതായത് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഈ മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നു എന്നുള്ളതാണ്. ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്ക് പ്രകാരം 71 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. അതിൽ 39 പൂർണ്ണ മൃതദേഹം, 32 ശരീരഭാഗങ്ങൾ ഇപ്പോഴും ഒരു ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ എത്ര മൃതദേഹങ്ങൾ ഉണ്ട് എന്നത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്കാണ് ഈ ആംബുലൻസിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുക. അപ്പോൾ മാത്രമാണ് അതിന്റെ ഒരു കണക്ക് കൂടി നമുക്ക് വ്യക്തത വരിക. എന്നാൽ പോലും 71 മൃതദേഹങ്ങൾ നിലവിൽ ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 170 ഉയർന്നു എന്നാണ് ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ മരണനിരക്ക് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ മേപ്പാടി CHCയിൽ 77 മൃതദേഹങ്ങളുണ്ട്. അതുപോലെ മുണ്ടക്കൈയിൽ ഇന്ന്
നിന്ന് 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നിലമ്പൂരിൽ 71 മൃതദേഹങ്ങളുണ്ട്. അതുപോലെ മേപ്പാടി വിംസിൽ 12 മൃതദേഹവും, സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ 1 മൃതദേഹവും, അതുപോലെ വൈത്തിരി ആശുപത്രിയിൽ 1 മൃതദേഹമുണ്ട്. മരണം 170 ആയി ഉയർന്നു. സ്ഥിരീകരിച്ച മൃതദേഹങ്ങൾ അനുസരിച്ച് 170 മരണമുണ്ടായി എന്നാണ് കണക്ക്. നമ്മൾ ഗസിങ്ങൊക്കെ അതിൽ ഒരുപാട് കൂടുതലാണ്, എന്നാൽ പോലും നമ്മളത് പറയുന്നില്ല. ഇപ്പോൾ ചൂരൽമലയിൽ മഴ പെയ്തു തുടങ്ങിയെന്ന് ഷഹദ് റഹ്മാൻ അറിയിക്കുന്നു. നിമിഷങ്ങൾക്കകം ചൂരൽമലയിൽ നിന്ന് ഷഹദ് റഹ്മാൻ അവിടുത്തെ ലേറ്റസ്റ്റ് അവസ്ഥയുമായി നമുക്കൊപ്പം ചേരും. അത്യാവശ്യം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ഈ പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. വിനീത വി.ജി മറ്റൊരു കാര്യം ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നു. രാഹുൽ ഗാന്ധി നാളെ വയനാട് സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം പ്രിയങ്ക ഗാന്ധി ഉണ്ടാകുമെന്ന് അറിയുന്നു. യഥാർത്ഥത്തിൽ ഈ മഴ കാരണം യാത്ര മാറ്റിവെച്ചതായിരുന്നു, എന്നാൽ നാളെ എത്തിച്ചേരുമെന്നാണ് വിനീത വി.ജിയുടെ ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നത്. ഷഹദ് റഹ്മാനെ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഈ ലൈവിൽ, കാരണം അവിടെ ചൂരൽമലയിൽ മഴ തുടങ്ങിയെന്നാണ് അറിയുന്നത്. മഴ എത്രമാത്രം കഠിനമാണ് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ വയനാട്ടിലെ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ നിലനിൽക്കുന്നു. മൂടിക്കെട്ടിയ ആകാശത്തിന് കീഴെയാണ് അവർ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും പെയ്തൊഴിയാൻ മഴ കാത്തു നിൽക്കുന്നു, കാർമേഘങ്ങൾ കാത്തു നിൽക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും വലിയ മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ വേദന കൂടി തിങ്ങി നിൽക്കുന്ന ഈ വയനാടൻ കുന്നുകളിൽ നിന്ന് രോദനത്തിൻ്റെ ഒരുപാട് സ്വരം നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ? സുർജിത്ത് മാത്രമല്ല, ഈ മഴയിൽ കുതിർന്ന് ഒരുപാട് രക്ഷാപ്രവർത്തകർ അവിടെ ബുദ്ധിമുട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SK, ഞാൻ ചൂരൽമലയിൽ തന്നെയാണ് ഉള്ളത്. ചൂരൽമലയിൽ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം പലവിധമാർന്ന തരത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹെലികോപ്റ്റർ ഇവിടെ എത്തി. ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സൈന്യമാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. ഇതോടുകൂടി ഉണ്ടക്കയിലേക്കുള്ള ആക്സസ് കുറച്ചുകൂടി സുഗമമായ രീതിയിലാകും. അവിടേക്ക് വലിയ ബുൾഡോസറുകളും അങ്ങനത്തെ ടോറസ് പോലുള്ള വാഹനങ്ങളും എല്ലാം തന്നെ എത്തിക്കാൻ കഴിയും. മാത്രമല്ല കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം എത്തിച്ച് അവിടെ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. നേരത്തെ പാലം ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ബെയിലി പാലം സൈന്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അട്ടമല മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തി ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെ ക്യാമ്പുകളിലേക്കും ആരോഗ്യ പ്രശ്നമുള്ളവരെ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. അവരെ എത്തിച്ചത് സൈന്യം നേരത്തെ തയ്യാറാക്കിയ പുഴയ്ക്ക് കുറുകെയുള്ള താൽക്കാലിക പാലത്തിലൂടെയാണ് ആ ആളുകളെ മുഴുവൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇതിനിടയിൽ എയർലിഫ്റ്റിംഗ് സാധ്യമാകുമോ എന്നുള്ള ശ്രമം കൂടി നടന്നതാണ്. പക്ഷേ അത് സാധ്യമാകാത്ത വിധത്തിൽ ഇവിടുത്തെ കാലാവസ്ഥ, ഭൂപ്രകൃതി എല്ലാം തന്നെ അതിന് പ്രതിസന്ധിയായി. അത് ഹെലികോപ്റ്റർ ഇറക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല. നാനാവിധമാർന്ന മേഖലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ വരുന്നവർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വേണം വരാൻ എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള നിലയിൽ ഇതിനെ കാണരുത് എന്നുള്ള അഭ്യർത്ഥന ഈ പ്രദേശത്തുള്ള ആളുകൾ, ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ മേഖലയിലേക്ക് വിവിധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം തന്നെ ആളുകൾ ഇവിടേക്ക് കൂട്ടമായി വരുന്നുണ്ട്. മാത്രമല്ല നിരവധി സന്നദ്ധ സേവന സംഘടനകളുണ്ട്. ആ സംഘടനകളെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കുറെ കൂടി ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ മേഖല കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. തേയിലത്തോട്ടങ്ങളെ വകഞ്ഞു മാറ്റിയുള്ള പാതയിലേക്ക് ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുന്നു. ആ വഴിയിലൂടെ ആളുകൾ നടന്ന് അവിടേക്ക് പോയി അവിടെ കൃത്യമായ രീതിയിൽ തന്നെ മുണ്ടക്കൈയിൽ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരു പെൺകുട്ടി രക്ഷാപ്രവർത്തകൻ എടുത്ത് ഉയർത്തി പുഴയിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത്തരം കാഴ്ചകൾ പ്രതീക്ഷ പകരുന്നു. അല്പമെങ്കിലും ഇങ്ങനെ ഈ ഒരു വറുതിയുടെ കാലത്തും വലിയ അളവിലുള്ള പ്രതീക്ഷയും ആശ്വാസവും പകരുന്ന ചില ദൃശ്യങ്ങൾ കൂടി ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് ഒരു ആശ്വാസത്തിന് ഇട നൽകുന്ന ഒന്നാണ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് ഈ പുഴ ഇപ്പോൾ മഴ വീണ്ടും ശക്തമായ രീതിയിലുള്ള മഴപ്പെയ്ത്ത് ഈ മേഖലയിൽ
തുടങ്ങിയിട്ടുണ്ട്. ഈ മഴപ്പെയ്ത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ ചൂരൽമലയിലും രക്ഷാപ്രവർത്തനത്തെ ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. കാര്യമായി മഴ പെയ്തു തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ കനത്ത മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനങ്ങൾക്ക് അത് വെല്ലുവിളിയാകും. ഇപ്പോൾ തന്നെ അവിടുത്തെ ഈ ചളി നിറഞ്ഞ ചതുപ്പുള്ള ഈ പ്രദേശം ഈ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മഴ കൂടി പെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാവിലെ തന്നെ വളരെ മൂടിക്കെട്ടിയ ആകാശത്തിന് കീഴേ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇത്തരം മഴയൊന്നും അവരെ പ്രതിബന്ധത്തിലാക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ഈ മഴയിലും മഞ്ഞിലും ഒക്കെ തന്നെ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്ത് പരിചയമുള്ള രക്ഷാസേനയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതേസമയം ഇത് പരിചയമില്ലാത്ത സാമൂഹ്യ പ്രവർത്തകർ കൂടി ഈ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ ചേർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മഴയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷഹദ്, താങ്കൾക്ക് അവിടെ നിൽക്കുമ്പോൾ ഈ മഴ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പ്രേക്ഷകരെ ഇപ്പോൾ തത്സമയം അറിയിക്കാൻ കഴിയുന്ന വിവരങ്ങൾ? SKN, ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയുടെ ഏറ്റവും ടോപ്പിലാണ്. ഈ ദുരന്തം നടന്നതിന് ശേഷം രൂപപ്പെട്ടിട്ടുള്ള ഒരു താൽക്കാലിക മല, ആ മലയ്ക്ക് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ക്യാമറമാൻ അർഷക്കാണ്. ഇപ്പോൾ അതായത് ഇവിടെ മഴ അതിശക്തമായിട്ട് വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിശക്തം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുത്തൊഴുക്ക്, പുഴയുടെ കുത്തൊഴുക്ക് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സ് അതുപോലെ തന്നെ വിവിധ സേനാ അംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ്. അവിടെ കുറെ അധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ നമുക്ക് അതിൻ്റെ ഒരു എണ്ണം ലഭ്യമായിട്ടില്ല. പക്ഷെ കുറെ അധികം മൃതദേഹങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ അതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായിട്ട് തുടരുന്നുണ്ട്. ഈ മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ മേഖലയിലായിരുന്നു അല്പം മുമ്പ് ഹെലികോപ്റ്റർ വന്നിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ മെഡിസിനും ഒക്കെ നൽകിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഴ വീണ്ടും വന്നതോടുകൂടി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിലിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ രക്ഷാപ്രവർത്തകർ അവർ വീണ്ടും മടങ്ങുന്ന അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം മഴ, ചളി വലിയ രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ അപായ സൂചന ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇവിടെയുള്ള മറ്റ് സേനാംഗങ്ങൾക്ക് നൽകുന്നുണ്ട്. കാരണം ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ഈ NDRFന്റെയും ആർമിയുടെ ഒക്കെ തന്നെ വിവിധ സേനാംഗങ്ങൾ വിവിധ മേഖലകളിലാണ് തെരച്ചിൽ നടത്തുന്നത്. പ്രത്യേകിച്ച് വലിയ ഉരുളം കല്ലൊക്കെയാണ് ഈ പല മേഖലകളിലുമുള്ളത്. അപ്പോൾ അതിന്റെ അടിയിൽ പോയിട്ടും അതുപോലെ തന്നെ പരമാവധി മണ്ണ് മാന്തി പരിശോധന നടത്താൻ പറ്റുമെങ്കിൽ ആ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ മഴ കൂടിയ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മഴവെള്ള പാച്ചിലിനുള്ള സാധ്യതയുണ്ട്. കാരണം അത്തരത്തിൽ ഒരു ഇടം കൂടിയാണ് ഇത്. ഏത് നിമിഷവും ഒരു അപായ സൂചന നിലനിൽക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നും പരമാവധി ആളുകളോട് മാറാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുന്നത്. കാരണം ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായ മേഖലയിലുള്ള ആളുകളുടെ പരമാവധി അപായ സൂചന നൽകി അവിടെ നിന്ന് മാറണം എന്നൊരു നിർദ്ദേശമാണ് നൽകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരാളെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹം ഈ നാട്ടുകാരനാണോ എന്ന് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. പക്ഷേ ഈ മേഖല കാണാൻ വേണ്ടി വന്നതാണ്. ഒറ്റയ്ക്കാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഈ ചെളി കടന്ന് ഈ പുഴയ്ക്ക് അപ്പുറം കടക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഏറെ നേരമായി. കാരണം വലിയ രീതിയിലുള്ള ചളി ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതുവരെ മറുകരയ്ക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. നേരത്തെ ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ അംഗങ്ങളൊക്കെ തന്നെ ഏറെ പണിപ്പെട്ടാണ് ഇതിന്റെ മറുകരയിലേക്ക് എത്തിയത്. അവിടെ താൽക്കാലികമായിട്ടൊരു പാലവും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ മേഖല ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്ക് ഒട്ടും തന്നെ ഇവിടെ വന്ന് എളുപ്പത്തിൽ ഈ പ്രദേശത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താനോ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ ദൃശ്യം അതിനൊരു നേർ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. കാരണം ഈ മേഖലയിലേക്ക് ഈ പരിചയമില്ലാത്ത ആളുകൾ വരരുത്, അതുപോലെ തന്നെ ഈ പരിശീലനം ലഭിക്കാത്ത ആളുകൾ വരരുത് എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ദുരന്ത നിവാരണ ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗം കഴിഞ്ഞുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നും അറിയിക്കുന്നു. മുണ്ടകൈ പൂർണ്ണമായും തകർന്നുപോയി എന്നാണ് യോഗത്തിൻ്റെ വിലയിരുത്തൽ. മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കണമെന്നും തീരുമാനമുണ്ടായി. രക്ഷാദൗത്യ സംഘം നേരിടുന്നത് കനത്ത വെല്ലുവിളിയാണ് വയനാട്ടിൽ നിന്നും വിലയിരുത്തൽ ഉണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെയും ആർമിയുടെയും ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ പൂർണ്ണ സംതൃപ്തരാണെന്നും മുഖ്യമന്ത്രി അധ്യക്ഷം വഹിച്ച യോഗത്തിൽ വിലയിരുത്തപ്പെട്ടു.
മുണ്ടക്കയിലേക്ക് കൂടുതൽ വെള്ളവും ഭക്ഷണവും എത്തിക്കാനും യോഗത്തിൽ തീരുമാനം ഉണ്ടായി. കാരണം ഒരുപാട് ആയുധങ്ങളും ഉപകരണങ്ങളും അവിടെ അത്യാവശ്യമായി വേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ മാത്രമേ ഈ തകർന്നടിഞ്ഞു പോയ കൂനകൾക്കിടയിൽ അടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടോ, കാണാതായ ആളുകൾക്ക് വേണ്ടി പൂർണ്ണമായും തിരച്ചിൽ നടത്താനും കഴിയൂ. മുണ്ടക്കൈ ഏതാണ്ട് ഒരു ദുരന്ത ഭൂമിയുടെ ചിത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്.